ഹെലികോപ്റ്ററാണ് കേട്ടോ. അങ്ങനെ ആക്കിയ സൗണ്ടില്ലേ ചുമന്ന പണിയാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഓല ഫിഷ് അൽഫാം. ഇതണ്ടാ ഹെലികോപ്റ്റർ പോലെ ഇരിക്കുന്ന സാധനം. അപ്പൊ ഇതുകൊണ്ട് നമ്മളൊന്ന് ഒരു അൽഫാം ഉണ്ടാക്കി പോകണം. ഇതിന്റെ നമ്മളൊരു കറി വെച്ചിട്ടുണ്ട്. കറി പിന്നെ പലതരത്തിലുള്ള മീൻ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ മീനിനെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കഴുകിയെടുത്തിട്ട് നല്ല സൂപ്പർ ഒരു അൽഫാം ഉണ്ടാക്കിയെടുക്കാം അല്ലേ? ആ എന്താ സാധനം ഇത് ഹെലികോപ്റ്ററാ. ആദ്യം നല്ലപോലെ കഴുകിയെടുക്കണം. ഇത് ഒരു മുകളിൽ ഇങ്ങനെ ആര് പോലെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതാ മീനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാ. അതാ ഇത് വെക്കാനൊരു ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ, റോക്കറ്റ് വെക്കാൻ. ഇതാ നമുക്ക് ഓരോ ഇതായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ. നമ്മുടെ ഹെലികോപ്റ്റർ ഓട്ടാൻ വേണ്ടി പോകണം നമ്മൾ. ഭയങ്കര സ്ട്രോങ് ആട്ടത്. പട്ട തൂര് പതുക്കെ അടിപൊളി ചന്തക്കടയിലെ നല്ല ചന്തക്കടയില മതി. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചെറിയുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, കുറച്ച് തക്കാളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് അരച്ചത്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, അല്പം നാരങ്ങ നീര്, ശുദ്ധമായ വെളിച്ചെണ്ണ മതി. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മീനിൽ തേച്ച് പിടിപ്പിക്കാം. നല്ലോണം ഉള്ളിലൊക്കെ മസാല ആകുമ്പോൾ പോലെ അത് തേച്ച് കൊടുക്കണം. ഇതിന് മുള്ളില്ലാത്ത മീനാണല്ലേ ചേച്ചാ? ഓക്കെ മതി, മസാല മതി അല്ലേ? നമ്മുടെ അൽഫാം ഗ്രില്ല് കറക്റ്റാണല്ലോ മീൻ. യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കടത്തിയിട്ട് വേണം ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലേ? എന്താല്ലേ കറക്റ്റാണ്. വെച്ചാ വെച്ചാ പെട്ടി മൂടട്ടെ.
ഇനി ഇത് ഒരു 2 മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ അല്ലേ? കത്തിച്ച് കുറച്ച് കറുപ്പൂരിനൊക്കെ കത്തിച്ച് വിട്ടിട്ട് കുറച്ച് ചിരട്ട പീസ് കൂടെ അറുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരി പിടിക്കും. പിടിക്കട്ടെ. ആഹാ എന്താ ഓക്കെ. ഭയങ്കര ചൂടാണ്ടത്. അങ്ങനെ മറിച്ചതാ. അത് കടല് ഭയങ്കര ചൂടാണ്ടത്. ആഹാ അടിപൊളി സ്ട്രക്ചർ അല്ലേ? ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് അപ്ലൈ കൊടുക്കാം. കൊഴുപ്പ് വളരെ കുറവാണ് അല്ലേ? അങ്ങനെ സാധാരണ മീനിലേക്കാണ് കൊഴുപ്പില്ലത്. നല്ല അടിപൊളി മണം. നമുക്ക് എടുത്ത് മാറ്റാം. മതി മീനല്ലേ, ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നു. അവിടെ ഇരിക്കട്ടെ. അടിപൊളിയില്ലേ? അതെ. അവിടെ നല്ലോണം വെന്തറ അതല്ലേ? അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തയ്യാറെടുപ്പായിട്ടുണ്ട്. ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ്. നല്ല മണമുണ്ടല്ലോ സുധാര. ഇത് ഗുണം എന്താണെന്നുള്ളത് നോക്കാം കേട്ടാ. ആഹാ നല്ല പഞ്ഞു പോലെ ആയിട്ടുണ്ട് സാധനം രതീഷേ അല്ലേ? ഇത് ഒരു പീസ് ആദ്യം കഴിച്ചു നോക്കട്ടെ. അടിപൊളി അപ്പൊ പൊളിട്ടാ. ഇതെന്താ മീറ്റില്ലത്? മുള്ളയില്ലടാ അതില്. ഒരു മുള്ളു പോലും ഇതാ. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. മസാല നല്ല അടിപൊളിയായിട്ട്. പൊളി. ഒന്നും പറയാനില്ല.
സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ടുണ്ട്. ഉപ്പും സാധനമൊക്കെ നല്ല സൂപ്പർ മീറ്റ് ഇട്ടാ ഗ്രില്ല് ചെയ്യാൻ നല്ല ടേസ്റ്റ് മീൻ. നമ്മളത് മുന്നിൽ കറി വെച്ചിട്ടുണ്ട്, കറി പൊളിയായിരുന്നു. ഇത് ഗ്രില്ല് അതിനേക്കാളും പൊളി. എന്താ മോനെ മീറ്റ് നോക്കാം, മീനിൻ്റെ ഇറച്ചി മാറി നിൽക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നേ കാണാനില്ല. മുള്ളില്ല, ആ കുറച്ച് മുള്ളേ ഉള്ളത്. അപ്പോൾ സംഭവം എന്തായാലും ഒന്നും പറയാനില്ല, നല്ല അടിപൊളി മീറ്റ്. ഗ്രില്ല് അല്ലേ, ഗ്രില്ലല്ല അൽഫാം. നമ്മൾ അൽഫാമിൻ്റെ മസാലയാണ് നമ്മൾ ഉപയോഗിച്ചത്, ഗ്രില്ലിൻ്റെ മസാല അല്ല. സംഭവം അടിപൊളി എന്തായാലും. അപ്പോൾ ഇനിയും നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് വരാണ്ട്. ഞങ്ങൾ ഒരു സൈഡ് പെരുമാറിയിട്ടുണ്ട്, ഇനി ഒരു സൈഡ് ബാക്കിൻ്റെ അപ്പുറത്ത്. അതെ, ബാക്കി ഇപ്പോൾ അവർ എത്തിക്കൊണ്ടിരിക്കണുള്ളൂ, ഓരോ ആളുകളായിട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ എന്തായാലും പൊളി സാധനം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേയും കൂടി എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.